കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സീരീസിന്റെ ഡിഗ്രി ലെവൽ PYQ സീരീസിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത്. റേഷ്യോ ആൻഡ് പ്രപ്പോർഷന്റെ ചോദ്യങ്ങളാണ് രണ്ട് പാർട്ട് വീഡിയോകളിൽ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ മൂന്നാമത്തെ പാർട്ടിലും റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ചോദ്യങ്ങൾ തന്നെയാണ് നോക്കുന്നത്. അതോടൊപ്പം പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത് എന്ന് നോക്കാം. ചോദ്യം ഇതാണ്: ദ പ്രൈസസ് ഓഫ് എ കാർ ആൻഡ് എ സ്കൂട്ടർ ആർ ഇൻ ദ റേഷ്യോ 7:2 and that of a scooter and a TV are in the ratio 3:1. If the prices of TV is 20,000, then what is the price of the car? എങ്ങനെ ചെയ്യും? സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതായത് ഇവർ പറയുന്നത് ഒരു കാറിന്റെയും സ്കൂട്ടറിന്റെയും പ്രൈസിന്റെ റേഷ്യോ 7:2 എന്നതാണ്. കാറിന്റെയും സ്കൂട്ടറിന്റെയും പ്രൈസിന്റെ റേഷ്യോ 7:2 ആണ്. ഓക്കെ, ഇനി ഒരു സ്കൂട്ടറിന്റെയും ടിവിയുടെയും പ്രൈസിന്റെ റേഷ്യോ 3:1 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ടിവിയുടെ പ്രൈസ് 20,000 ആണെങ്കിൽ കാറിന്റെ പ്രൈസ് എത്രയായിരിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. എന്താ ബുദ്ധിമുട്ടിരിക്കുന്നത് ചെയ്യാൻ? നമുക്ക് ഇതിൽ നിന്ന് 3 പേരുടെയും ഒരുമിച്ചുള്ള റേഷ്യോ കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ചിട്ടില്ലേ, A:Bയും B:Cയും തന്നിട്ട് A:B:C കണ്ടുപിടിക്കാൻ. അതേപോലെ കാറിന്റെയും സ്കൂട്ടറിന്റെയും റേഷ്യോ ഉണ്ട്, സ്കൂട്ടറിന്റെയും ടിവിയുടെയും റേഷ്യോ ഉണ്ട്. ഇതിൽ നിന്ന് കാറിന്റെയും സ്കൂട്ടറിന്റെയും ടിവിയുടെയും ഒരുമിച്ചുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ കാറിന്റെ കാണാൻ ഇങ്ങനെ ഗുണിക്കുക, സ്കൂട്ടറിന്റെ കാണാൻ ഇങ്ങനെ ഗുണിക്കുക, ടിവിയുടെ കാണാൻ ഇങ്ങനെ ഗുണിക്കുക. അങ്ങനെ ചെയ്തെടുക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ കാറിന്റെ 7 3 21 ആണോ, സ്കൂട്ടറിന്റെ 3 × 2 6, ടിവിയുടെ 2 × 1 2. അപ്പം ഈ 3 സാധനങ്ങളുടെയും റേഷ്യോ 21:6:2 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ കാറിന്റെ വില 21x ആണെന്നും സ്കൂട്ടറിന്റെ വില 6x ആണെന്നും ടിവിയുടെ വില 2x ആണെന്നും എടുക്കാം. ടിവിയുടെ വില 20,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2xന്റെ വിലയാണ് എത്ര? 20,000 എന്ന് പറയുന്നത്. 2xന്റെ വില 20,000 ആണെങ്കിൽ എക്സിന്റെ വില നമുക്ക് 10,000 എന്ന് കിട്ടും. എക്സിന്റെ വില 10,000. എക്സിന്റെ വില 10,000 ആണെങ്കിൽ കണ്ടുപിടിക്കുന്നത് കാറിന്റെ വിലയാണ്. കാറിന്റെ വില 21x എന്നാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെ? അപ്പൊ 21 × എക്സിന്റെ വില 10,000 അല്ലേ? സോ ആൻസർ 21 × 10,000 വരും. അതായത് 2,10,000 എന്ന് കിട്ടും. 2,10,000. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 2,10,000. 21 × 10,000 2,10,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ കണക്ക് ചെയ്തത് മനസ്സിലായ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: 80 cups of water by cup A is required to fill a bucket, whereas 60 cups of water is sufficient to fill the same bucket by cup B. What is the ratio between volumes of cup A and cup B? എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബക്കറ്റ് ഉണ്ട്. ഈ ബക്കറ്റ് നിറയ്ക്കാൻ കപ്പ് എ കൊണ്ടാണ് നിറയ്ക്കുന്നതെങ്കിൽ, കപ്പ് എ കൊണ്ടാണ് നിറയ്ക്കുന്നതെങ്കിൽ 18 തവണ വെള്ളം നിറയ്ക്കേണ്ട വരും. ഇനി കപ്പ് ബി കൊണ്ടാണ് നിറയ്ക്കുന്നതെങ്കിൽ 16 തവണ നിറയ്ക്കേണ്ടി വരും. അപ്പം ഒരു ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റ് നിറയ്ക്കാൻ കപ്പ് എ ആണെങ്കിൽ 18 തവണ വേണം കപ്പ് എ. കപ്പ് ബി കൊണ്ടാണ് നിങ്ങൾ നിറയ്ക്കുന്നതെങ്കിൽ 16 തവണ നിറയ്ക്കണം. അപ്പൊ ഒന്ന് 18 തവണയും മറ്റൊന്ന് 16 തവണയും. ഒന്ന് 18 തവണയും മറ്റൊന്ന് 16 തവണയും. എങ്കിൽ ഈ കപ്പിന്റെ വോളിയങ്ങളുടെ റേഷ്യോയാണ് ചോദ്യം. മക്കളെ ഓർത്ത് വെക്കുക, തവണകളുടെ ഇൻവേഴ്സ് ആയിരിക്കും വോളിയങ്ങളുടെ റേഷ്യോ.
അപ്പം എനിക്ക് മനസ്സിലായി ഒന്ന് 18 തവണയും ഒന്ന് 16 തവണയും വേണം. എത്രയാണോ തവണകളുടെ എണ്ണം അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും വോളിയത്തിന്റെ റേഷ്യോ. അപ്പം 16:18 ആണ് കപ്പുകളുടെ വോളിയത്തിന്റെ റേഷ്യോ. നമുക്ക് 2 വെച്ച് വെട്ടിക്കളയുമ്പം 8:9 എന്ന് കിട്ടും. ആൻസർ 8:9. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. അപ്പൊ എത്രയാണോ തവണകൾ വേണ്ടത് അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും ആ കപ്പുകളുടെ റേഷ്യോ ആയിട്ട് വരുന്നത്. കപ്പ് 18 തവണയും കപ്പ് ബി 16 തവണയുമാണ്. അതിന്റെ ഇൻവേഴ്സ് ആണ് ആ കപ്പിന്റെ വോളിയത്തിന്റെ റേഷ്യോ വരുന്നത്. സോ ആൻസർ 8:9 എന്നാണ് കിട്ടുന്നത്. മുന്നോട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A and B started a business investing 22,500 and 35,000 rupees respectively. Out of a total profit of 13,800 rupees, B's share is, okay, 13,800 rupees B's share is. അല്ലെ, 2 പേര് ചേർന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആരൊക്കെ? കഥയിൽ എയും ഉണ്ട് ബിയും ഉണ്ട്. എയുടെ ഇൻവെസ്റ്റ് 22,500 ബിയുടെ ഇൻവെസ്റ്റ് 35,000 35,000 13,800 രൂപ 13,800 രൂപ അവർക്ക് ലാഭം കിട്ടിയാൽ അതിൽ ബിയുടെ ഷെയർ, ബീസ് ഷെയർ എത്ര എന്നാണ് ചോദ്യം. ബീസ് ഷെയർ എത്ര എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ അല്ലേ ഇത്? ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിച്ചാൽ നോക്കിയേ, 225 20 ഈസ്റ്റു എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 35,000 അല്ലേ മക്കളെ? പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്ത് പോയാൽ ഈ 2 പൂജ്യവും പോവും, ഈ 2 പൂജ്യവും പോവും. 25 വെച്ച് വെട്ടിക്കളഞ്ഞാൽ ഇത് 9 തവണ, 25 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 12 14 തവണ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് 9:14 എന്ന റേഷ്യോയിലാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഉള്ളത്. 9:14 എന്നതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ. അപ്പം ബിക്ക് കിട്ടുന്നത് എത്ര ഭാഗമാണ് മക്കളെ? 23-ൽ 14 ഭാഗമായിരിക്കും ബിയുടെ ഷെയർ എന്ന് പറയുന്നത് അല്ലെ. 9ഉം 14ഉം 23 വരും. 23-ൽ 14 ഭാഗം ആണോ? അപ്പൊ എനിക്ക് മനസ്സിലായി 13,800ന്റെ 23,000ൽ 14 ഭാഗം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. യെസ്, ഇതും കൂടെ വെട്ടിക്കളയാം. 6 തവണ 600 × 14 എന്ന് വരും അല്ലേ. സോ 60 6 4 24 അല്ലേ. ആൻസർ 8,400 എന്ന് കിട്ടും. ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, സോറി ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ചെയ്തത് സംശയമില്ലല്ലോ. മുന്നോട്ട് പോവാം. ജോൺ ആൻഡ് ജേക്കബ് സ്റ്റാർട്ടഡ് എ ബിസിനസ് contributing rupees 60,000 and 50,000 respectively. At the end of the year, the profit was rupees 35,000, in which rupees 13,000 was used to furnish the office. If they divide the remaining profit proportionately, Jacob will get dash as his share. ജേക്കബിന്റെ ഷെയർ കാണാനാണ് ചോദ്യം. ഓക്കെ, അതായത് 2 പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആരൊക്കെയാണ്? ഒന്ന് ജോൺ, ഓക്കെ, 2 ജേക്കബ് ആണോ? ജോണും ജേക്കബും കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരാള് 60,000 ഇൻവെസ്റ്റ് ചെയ്തു, ഒരാള് 50,000 ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ. അപ്പൊ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ 6:5 ആണ്. ഓക്കെ, ഇനി ഇവർക്കാകെ 35,000 പ്രോഫിറ്റ് കിട്ടി. അതിൽ 13,000 ഫർണിഷിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു അല്ലെ. അപ്പം 35,000-ൽ 13,000 ഫർണിഷിങ്ങിന് വേണ്ടി ഉപയോഗിച്ചാൽ ബാക്കി 22,000 രൂപയാണ് അവർക്ക് ലാഭമായിട്ട് കയ്യിലുള്ളത്. ഇത് എങ്ങനെ വീതിക്കണം എന്നാണ് ചോദ്യം. അങ്ങനെ വീതിക്കുമ്പം നമ്മുടെ ജേക്കബിന് എത്ര രൂപ കിട്ടും എന്നാണ് ചോദ്യം. നമുക്കറിയാം 11-ൽ 5 ഭാഗമാണ് ജേക്കബിന്റെ ഷെയർ, ശരിയാണോ? ആകെ 6 5 11.
അതിൽ 5 ഭാഗമാണ് ജേക്കബിന്റെ ഷെയർ. 11ൽ 5 ഭാഗം ആണോ? അപ്പം 22,000ന്റെ 11ൽ 5 ഭാഗം, 22,000ന്റെ 11ൽ 5 ഭാഗമാണ് ആർക്ക് കിട്ടുന്നത്? ജേക്കബിന് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാം. 22,000ന്റെ 11ൽ 5 ഭാഗം. അങ്ങനെയാണെങ്കിൽ ഈ 11ഉം 22ഉം വെട്ടിക്കളയാം. 2000 ഇൻറ്റു 5, ആൻസർ 10,000 എന്ന് കിട്ടും അല്ലെ? അപ്പൊ അതിൽ ജേക്കബിന് കിട്ടുന്ന ഷെയർ 10,000 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്, 10,000. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ certain sum is to be divided among x, y, z in the ratio 6:5:6. If the share of y and z together is 300 more than that of x share, then find z share എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എക്സിനും വൈക്കും ഇസഡിനും ഷെയർ വീതിക്കുന്നത് 6:5:6 എന്ന റേഷ്യോയിലാണ്. 6:5:6 എന്ന റേഷ്യോയിൽ. അപ്പൊ എക്സിന്റെ ഷെയർ 6x ആണ്, വൈയുടെ ഷെയർ 5x ആണ്, ഇസഡിന്റെ ഷെയർ 6x ആണ്. ആണോ? എക്സിൻ്റെത് 6x, വൈയുടേത് 5x, ഇസഡിൻ്റെത് 6x ആണ്. ഓക്കെ, റേഷ്യോനെ എക്സ് കൂട്ടിയെടുക്കണം നമുക്കറിയാം. ഇനി ഇഫ് ദ ഷെയർ ഓഫ് വൈ ആൻഡ് ഇസഡ്, വൈയുടെയും ഇസഡിന്റെ ഷെയർ 5x-ഉം 6x-ഉം അല്ലെ, അതായത് രണ്ടുപേരുടെയും കൂടെ ഷെയർ 11x ആണ്. ആണോ? ഈസ് 300 മോർ ദാൻ എക്സ് ഷെയർ. രണ്ടുപേരുടെയും കൂടെ ഷെയർ എക്സിന്റെ ഷെയറിനേക്കാൾ 300 കൂടുതലാണ് അല്ലെ? രണ്ടുപേരുടെയും കൂടെ ഷെയർ 11x ആ, എക്സിന്റെ ഷെയർ 6x ആ, ഇതിന്റെ ഡിഫറൻസ് 5x. ഈ 5x എന്ന് പറയുന്നതാണ് 300. അതിൽ നിന്ന് എക്സ് കിട്ടും. 300/5 നമുക്ക് എത്ര കിട്ടും? 60 എന്ന് കിട്ടും. ആണോ? എക്സ് 60 ആണെങ്കിൽ ഇസഡിന്റെ ഷെയർ എത്ര എന്നാ ചോദ്യം. ഇസഡിന്റെ ഷെയർ 6x ആ, 6 × 60 എന്ന് കിട്ടും. ആൻസർ 360 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ കറക്റ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, 360. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടേ. പറഞ്ഞേക്കുന്ന കാര്യം, വൈയുടെയും ഇസഡിന്റെയും ഷെയർ എന്ന് പറഞ്ഞാൽ 5x-ഉം 6x-ഉം കൂട്ടുന്ന 11x. എക്സിന്റെ ഷെയറിനേക്കാൾ 300 കൂടുതലാണ്. എക്സിന്റെ ഷെയർ 6x ആ. അപ്പൊ 6x-ഉം 11x-ഉം തമ്മിൽ 300ന്റെ വ്യത്യാസം ഉണ്ടെന്ന. 6x-ഉം 11x-ഉം തമ്മിൽ 5x ആണ് വ്യത്യാസം. ഇതാണ് 300. അതിൽ നിന്ന് x = 300/5 = 60 എന്ന് കിട്ടും. x 60 ആണെങ്കിൽ ഇസഡിന്റെ ഷെയർ 6x എന്ന എടുത്തേക്കുന്നത്. 6 × 60 360 എന്ന് കിട്ടും. ചെയ്ത് ക്ലിയർ ആണോ? എങ്കിൽ മുന്നോട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ എമൗണ്ട് ഓഫ് റുപ്പീസ് 1330 has been divided in the ratio 2/3:3/5. Find the smaller part of this. Find the smaller part of this. A amount of rupees 1330 has been divided in the ratio 2:3:3/5. അല്ലെ? അപ്പം 1330 രൂപ ഡിവൈഡ് ചെയ്ത കാര്യമോ പറയുന്നത് അല്ലെ? 2/3:3/5 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു എന്നാണ്. മക്കളെ, ഇവിടെ റേഷ്യോ തന്നേക്കുന്നത് ഭിന്നസംഖ്യ ആയിട്ടാണ്. ഇങ്ങനെ തരുമ്പം ഇതിനെ ഒന്ന് പ്രോപ്പർ വൃത്തിയുള്ള റേഷ്യോയിലേക്ക് മാറ്റണം. അതിന് ഇത് ഇങ്ങോട്ട് ഗുണിക്കുക, അപ്പൊ എത്ര കിട്ടും? 10:2. ഇത് ഇങ്ങോട്ട് ഗുണിക്കുക, അപ്പൊ എത്ര കിട്ടും? 9. അതായത് 10:9 ആണിത്. അതായത് 2/3:3/5 എന്ന് പറഞ്ഞാൽ 10:9 എന്ന റേഷ്യോയിലാണ്. ഓക്കെ, സ്മാളർ പാർട്ട് ഓഫ് ദിസ് അല്ലേ? സോ ഇതിലെ ചെറിയ ഭാഗം എത്ര എന്നാ? ചെറിയ ഭാഗം എന്ന് പറഞ്ഞാൽ 19ൽ 9 ഇതിലെ ചെറിയ ഭാഗം. ആണോ? 10, 9, 19, അതിൽ 9 ഭാഗം. ഓക്കെ, അപ്പൊ 1330ന്റെ 19ൽ 9 ഭാഗം എത്രാന്ന് കണ്ടുപിടിക്കണം. ആണോ? 19ഉം 133 കൂടെ വെട്ടിക്കളയാം. 7 തവണ 70 വരും.
630 എന്ന് ഈ ചോദ്യത്തിന്റെ ആൻസർ കിട്ടും. 630. ക്ലിയർ അല്ലേ? അപ്പൊ ഓർക്കുക മക്കളെ, ഇങ്ങനെ ഭിന്നസംഖ്യകളുടെ റേഷ്യോ തന്നാൽ വൃത്തിയുള്ള റേഷ്യോയിലേക്ക് മാറ്റാൻ ഇങ്ങനെ ഗുണിക്കുക എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, വാട്ട് നമ്പർ ഷുഡ് ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം each of the numbers 23, 30, 57 and 78 so that the remainders are in proportion. ഓക്കെ, അതായത് 23, 30, 57, 78 ഈ സംഖ്യകളിൽ നിന്ന് ഈ ഓപ്ഷനിൽ കാണുന്ന ഏത് സംഖ്യ കുറച്ചാലാണ് ഇവ പ്രൊപ്പോർഷനിൽ ആവുന്നത്, അനുപാതത്തിൽ ആവുന്നത്. ഓക്കെ, അപ്പൊ അത് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. എയും ബിയും സിയും ഡിയും 4 സംഖ്യകൾ അനുപാതത്തിലാകാനുള്ള നിയമം മനസ്സിലാക്കണം. എയും ബിയും സിയും ഡിയും 4 സംഖ്യകളാണ്. ഇവ അനുപാതത്തിലാകണമെങ്കിൽ എ ഡി ഈക്വൽ ടു ബി സി ആയിരിക്കണം. എയും ബിയും സിയും ഡിയും അനുപാതത്തിലാവാനുള്ള നിയമം എ ഡി ഈക്വൽ ടു ബി സി ആയിരിക്കണം. മക്കളെ, 4 സംഖ്യകൾ അനുപാതത്തിലാവാൻ എ ഡി ഈക്വൽ ടു ബി സി ആയാൽ മതി. അപ്പൊ എയും ബിയും സിയും ഡിയും അനുപാതത്തിലാവാനുള്ള നിയമം എ ഡി ഈക്വൽ ടു ബി സി. അതായത് ഒന്നാമത്തേതും നാലാമത്തേതും തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന ഉത്തരവും രണ്ടാമത്തേതും മൂന്നാമത്തേതും തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന ഉത്തരവും ഈക്വൽ ആവണം. എങ്കിലേ 4 സംഖ്യകൾ അനുപാതത്തിലായി എന്ന് പറയാൻ പറ്റൂ. ക്ലിയർ അല്ലേ? അപ്പൊ എയും ബിയും സിയും ഡിയും അനുപാതത്തിലാവാനുള്ള നിയമം എ ഡി ഈക്വൽ ടു ബി സിക്ക് തുല്യമായിരിക്കണം. ഇതാദ്യം ഒന്ന് നോട്ട് സൈഡിലേക്ക് എഴുതി വെക്കണം. ഇനി ചോദ്യം, ഏതൊക്കെ സംഖ്യകളാ? 23 ഉണ്ട്, അതുപോലെ 30 ഉണ്ട്, അതുപോലെ 57 ഉണ്ട്, അതുപോലെ 78 ഉണ്ട്. ഇവ ഇപ്പോൾ പ്രൊപ്പോർഷനിൽ അല്ല, അനുപാതത്തിലല്ല. ഇവ അനുപാതത്തിലാകാൻ ഏത് സംഖ്യ കുറയ്ക്കണം എന്ന്. അപ്പൊ ഓരോ ഓപ്ഷൻസ് ആയിട്ട് കുറച്ച് നോക്കുക. ആദ്യം നമുക്ക് 4 കുറയ്ക്കാം. ഓരോന്നിൽ നിന്നും 4 കുറയ്ക്കാം. 23 നിന്ന് 4 കുറയ്ക്കുമ്പോൾ 19, 30 നിന്ന് 4 കുറയ്ക്കുമ്പോൾ 26, 57 നിന്ന് 4 കുറയ്ക്കുമ്പോൾ 53, 78 നിന്ന് 4 കുറയ്ക്കുമ്പോൾ 74. ഇങ്ങനെ 4 കുറച്ചപ്പം ഇത് അനുപാതത്തിലായോ എന്ന് ചെക്ക് ചെയ്യാം. അനുപാതത്തിലാവാൻ ഇതും ഗുണിച്ച് കിട്ടുന്നതും ഇതും ഗുണിച്ച് കിട്ടുന്നതും ഈക്വൽ ആവണം. ഈക്വൽ ആയോ എന്ന് നോക്കണം മക്കളെ. അതിന് ഗുണിച്ച് സമയം കളയണ്ട, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കിയാൽ മതി. കണ്ടോ, 9, 4, 36 ഇത് ഗുണിച്ച് കിട്ടുന്നതിന്റെ അവസാനത്തെ അക്കം 6. 6, 3, 18 ഇത് ഗുണിച്ച് കിട്ടുന്നതിന്റെ അവസാനത്തെ അക്കം 8. അപ്പൊ എന്തായാലും ഈക്വൽ അല്ല. എങ്കിൽ അടുത്തത് ഓപ്ഷൻ ബി ചെയ്ത് നോക്കാം. 3 കുറച്ച് നോക്കാം. 23 നിന്ന് 3 കുറച്ചാൽ 20, 30 നിന്ന് 3 കുറച്ചാൽ 27, 57 നിന്ന് 3 കുറച്ചാൽ 54, 78 നിന്ന് 3 കുറച്ചാൽ 75. ഇപ്പോൾ ഇത് അനുപാതത്തിലായോ നോക്കാം. ഇതും ഗുണിച്ച് കിട്ടുന്നതും ഇതും ഗുണിച്ച് കിട്ടുന്നതും ഈക്വൽ ആവണം. ഇവിടെ 0ഉം 5ഉം ഗുണിക്കുമ്പോൾ ഉത്തരം 0-ൽ അവസാനിക്കും. ഇവിടെ 7ഉം 4ഉം ഗുണിക്കുമ്പോൾ 8-ൽ അവസാനിക്കും. ഈക്വൽ ആയിട്ടില്ല. അപ്പോ ഓപ്ഷൻ സി ചെയ്ത് നോക്കാം. അതായത് 6 കുറച്ച് നോക്കാം. 23 നിന്ന് 6 കുറയ്ക്കുമ്പോൾ 17, 30 നിന്ന് 6 കുറയ്ക്കുമ്പോൾ 24, 57 നിന്ന് 6 കുറയ്ക്കുമ്പോൾ 51, 78 നിന്ന് 6 കുറയ്ക്കുമ്പോൾ 72. ഇപ്പൊ അനുപാതത്തിലായോ നോക്കാം. യെസ്, ഇതും ഗുണിക്കുന്ന ഈക്വൽ ആണെന്ന് നോക്കണം. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കുമ്പോൾ 7 × 2 14, 4-ൽ അവസാനിക്കും. 4 × 1 ഇതും 4-ൽ അവസാനിക്കും. ശരിയല്ലേ? ഇനി കൺഫേം ആക്കാൻ വേണ്ടി ഒന്ന് ഗുണിച്ചും കൂടെ നോക്കാം. ഗുണിച്ചും കൂടെ നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും അല്ലെ. അപ്പൊ 17ഉം 72ഉം ഗുണിച്ച് കിട്ടുന്നതും 24ഉം 51ഉം ഗുണിച്ച് കിട്ടുന്നതും ഈക്വൽ ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഏത് സംഖ്യ കുറച്ചാലാണ് അനുപാതത്തിലാവുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 6 കുറച്ച് നോക്കിയാൽ അനുപാതത്തിലാവും. ഞാൻ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കിയപ്പോൾ ഈക്വൽ ആയി. ഇനി ഒന്ന് കൺഫേം ആക്കാൻ ഗുണിച്ചും കൂടെ നോക്കുക. ഓക്കെ, നമ്മൾ അത് ഗുണിക്കുമ്പോൾ എത്ര കിട്ടണേ? അവ തമ്മിൽ ഗുണിക്കുമ്പോൾ 17 × 72 ഗുണിക്കുമ്പം 1224 കിട്ടും. 24 × 51 ഗുണിക്കുമ്പോഴും 1224 കിട്ടിക്കോളും അല്ലെ. അപ്പൊ ഏത് സംഖ്യ കുറച്ചാൽ അനുപാതത്തിലാകും എന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഓപ്ഷൻസ് എടുത്ത് കുറച്ച് നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയെങ്കിൽ
നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഫോർ വിച്ച് 3, 5, പി പ്ലസ് 5 25 ആണ്. ഓക്കെ, ആർ ഇൻ പ്രൊപ്പോർഷൻ ഏതൊക്കെയാണ്? 3, 5, പി പ്ലസ് 5, 25. ഇവ പ്രൊപ്പോർഷനിൽ ആകണമെങ്കിൽ പിയുടെ വില എത്രയായിരിക്കണം? മക്കളെ, 4 സംഖ്യകൾ പ്രൊപ്പോർഷനിൽ ആവാനുള്ള നിയമം എന്താ? ഇതും ഗുണിച്ച് കിട്ടുന്നതും ഇതും ഗുണിച്ച് കിട്ടുന്നതും ഈക്വൽ ആവണം അല്ലേ? ഈ 3ഉം 25ഉം ഗുണിക്കുമ്പോൾ 75 കിട്ടും അല്ലേ? 5ഉം ഏതും കൂടെ ഗുണിച്ചാലാണ് 75 വരുന്നതെന്ന് നോക്കണം. പി ഏത് കൊടുക്കണം മക്കളെ? പി 10 കൊടുത്താൽ സംഗതി ശരിയാവുകയില്ലേ? പി നിങ്ങൾ 10 കൊടുത്താൽ 5, പി 10 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് 5 ആണ്. ഇവിടെ 10 + 5 15. 5ഉം 15ഉം ഗുണിക്കുമ്പോൾ 75 കിട്ടിക്കോളും അല്ലേ? എയും ബിയും സിയും ഡിയും അനുപാതത്തിലാവാൻ എ ഡി = ബി സി ആയിരിക്കണം. 3ഉം 25ഉം ഗുണിച്ചപ്പോൾ 75 കിട്ടി. അങ്ങനെയാണെങ്കിൽ 5ഉം പി പ്ലസ് 5ഉം ഗുണിക്കുമ്പോൾ 75 കിട്ടണം. പിയുടെ വില 10 വരുമ്പോഴാണ് 5 + 15, 5 പ്ലസ് അല്ല 5 × 15 75 വരുന്നത്. അപ്പൊ അതിൽ നിന്ന് പിയുടെ വില 10ന് തുല്യമാണ് എന്ന് കിട്ടും. പിയുടെ വില 10ന് തുല്യമാണ് എന്ന് കിട്ടും. ഇത് നല്ലൊരു ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. Daily earnings of 2 persons are in the ratio 5:6 and their daily expenses are in the ratio 7:9. If each saves ₹60 per day, their daily incomes in rupees are. അപ്പൊ 2 പേരുടെ ഏണിങ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഇത് ഒന്നാമൻ, ഇത് രണ്ടാമൻ. ഇവരുടെ ഏണിങ്സിന്റെ റേഷ്യോ 5:6 ആണ്. ഓക്കെ അല്ലേ? ഇനി ഇത് അവരുടെ ഏണിങ്സിന്റെ റേഷ്യോ ആണ്. ഏണിങ്സിന്റെ റേഷ്യോ. ഇവരുടെ എക്സ്പെൻസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എക്സ്പെൻസിന്റെ റേഷ്യോ 7:9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 2 പേരുടെയും സേവിങ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 60 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം ഏണിങ്സിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് സേവിങ്സ് കിട്ടുന്നത്. ശരിയല്ലേ? സേവിങ്സ് ഈക്വൽ ആണെങ്കിൽ ഈ റേഷ്യോയിലെ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കണം. ആദ്യത്തെ കേസിലും 60 രൂപയാണ് സേവിങ്സ്, രണ്ടാമത്തെ കേസിലും 60 രൂപയാണ് സേവിങ്സ്. സേവിങ്സ് ഈക്വൽ ആണെങ്കിൽ റേഷ്യോയുടെ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ റേഷ്യോ ഡിഫറൻസ് ഈക്വൽ ആണെങ്കിൽ ഈ കണക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഈ ചോദ്യത്തിൽ റേഷ്യോ ഡിഫറൻസ് ഈക്വൽ അല്ല. അപ്പൊ റേഷ്യോ ഡിഫറൻസ് ഈക്വൽ ആക്കിയാൽ നമുക്ക് കണക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഞാൻ റേഷ്യോ ഡിഫറൻസ് ഈക്വൽ ആക്കി എഴുതാൻ തീരുമാനിച്ചു. ഓക്കെ, അതിന് ഈ താഴത്തെ റേഷ്യോ ഡിഫറൻസ് 2, ഈ റേഷ്യോ ഡിഫറൻസ് 1. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഗുണിക്കുക. ഈ 2 കൊണ്ട് മുകളിലത്തെ റേഷ്യോയെ ഗുണിച്ചു. ഓക്കെ, ഈ 1 കൊണ്ട് താഴത്തെ റേഷ്യോയെ ഗുണിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും നോക്കിയേ. മുകളിലത്തെ റേഷ്യോ 10:12 എന്നാകും. താഴത്തെ റേഷ്യോ 7:9 എന്നാകും. കേൾക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ നോക്കിയേ, റേഷ്യോയിലുള്ള കുറവ് ഇപ്പൊ ഒരേപോലെ ആയില്ലേ? 10ൽ നിന്ന് 7 കുറച്ചാൽ 3 ആണ് ഡിഫറൻസ്. 12ൽ നിന്ന് 9 കുറച്ചാലും 3 ആണ് ഡിഫറൻസ് അല്ലേ? അപ്പം 2 ഇടത്ത് കിട്ടുന്ന സേവിങ്സും 60 ഈക്വൽ ആണ്. ആണോ? അപ്പം 3 റേഷ്യോ ഡിഫറൻസ് ആണ് 2 ഇടത്തും വരുന്നത്. 2 ഇടത്തെ സേവിങ്സ് ഈക്വൽ ആണ് 60 ആണ്. അപ്പൊ 3 റേഷ്യോ ആണ് കുറവ് അല്ലെ? നമുക്കറിയാം ഏണിങ്സിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ 3 റേഷ്യോ ആണ് ഇവിടെയും കിട്ടുന്നത്. ഏണിങ്സിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ 3 റേഷ്യോ ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ 3 റേഷ്യോ 60ന് തുല്യമാണ്. എങ്കിൽ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 20ന് തുല്യമാണ്. ഒരു റേഷ്യോ 20 ആണെങ്കിൽ 10 റേഷ്യോ ആണ് ആദ്യത്തെ ആളുടെ ഏണിങ്സ്. 10 × 20 200 ആണ് ആദ്യത്തെ ആളുടെ ഏണിങ്സ്. 12 റേഷ്യോ ആണ് രണ്ടാമത്തെ ആളുടെ ഏണിങ്സ്. 12 × 20 240 ആണ് രണ്ടാമത്തെ ആളുടെ ഏണിങ്സ്. അപ്പൊ അവരുടെ ഏണിങ്സുകൾ എത്ര വീതം എന്ന് ചോദിച്ചാൽ 200ഉം 240ഉമാണ് അവരുടെ ഏണിങ്സ് എന്ന് പറയുന്നത്. 200ഉം 240ഉമാണ് അവരുടെ ഏണിങ്സ് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. ചെയ്തത് ക്ലിയർ ആണോ മക്കളെ? സംശയമുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയട്ടെ. നമുക്കറിയാം 2 പേരുടെയും സേവിങ്സ് ഈക്വൽ അല്ലേ? ആണോ? സേവിങ്സ് ഈക്വൽ ആണെങ്കിൽ ഏണിങ്സിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന റേഷ്യോയും ഈക്വൽ ആക്കുകയാണെങ്കിൽ സേവിങ്സ് ഓൾറെഡി ഈക്വലാ.
ഈ റേഷ്യോയുടെ ഡിഫറൻസ് ഈക്വൽ ആക്കുവാണെങ്കിൽ കണക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. റേഷ്യോയുടെ ഡിഫറൻസ് ഈക്വൽ ആക്കാൻ ഇതിന്റെ ഡിഫറൻസ് കൊണ്ട് ഇതിനെ ഗുണിച്ചു, ഈ റേഷ്യോയെ മുഴുവൻ, ഇതിന്റെ ഡിഫറൻസ് കൊണ്ട് ഈ റേഷ്യോയെ മുഴുവൻ ഗുണിച്ചു. അപ്പം ഇത് പഴയ റേഷ്യോ, ഇനി ഇത് ആവശ്യമില്ല. പുതിയ റേഷ്യോ ഇതായി. 10ഉം 12ഉം ആണ് ഏണിങ്സിന്റെ റേഷ്യോ, 7ഉം 9ഉം ആണ് സേവിങ്സിന്റെ എക്സ്പെൻസിന്റെ റേഷ്യോ. ഇനി നിങ്ങൾ നോക്കിയേ, 10ന്ന് 7 കുറച്ചാൽ 3 റേഷ്യോയാണ് സേവിങ്സ്, 12ന്ന് 9 കുറച്ചാൽ 3 റേഷ്യോ ആണ് സേവിങ്സ്. സേവിങ്സ് 60. അപ്പൊ 3 റേഷ്യോ 60ന് തുല്യം. അപ്പോൾ 1 റേഷ്യോ 20. അങ്ങനെയാണെങ്കിൽ 10 റേഷ്യോ 200, 12 റേഷ്യോ 240. അപ്പൊ അവരുടെ ഏണിങ്സ് 200ഉം 240ഉം ആയിരുന്നു എന്ന് കിട്ടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, എ ബാരൽ കണ്ടെയ്ൻസ് 100 liters of oil. 1/3 of it was sold on the first day and 3/4 of the remaining was sold on the next day. What part of the original content remains at the end of the second day? ഓക്കെ, അതായത് 100 ലിറ്റർ ഓയിലുണ്ട് അല്ലെ, 100 ലിറ്റർ ഓയിലുണ്ട്. അതിൻ്റെ 1/3 ഭാഗം ഒന്നാമത്തെ ദിവസം സോൾഡ് ചെയ്തു അല്ലെ. 1/3 ഭാഗം സോൾഡ് ചെയ്തെങ്കിൽ 2/3 ഭാഗം ബാക്കിയുണ്ട്. 1/3 പോയെങ്കിൽ ബാക്കി 2/3 ബാക്കിയുണ്ട്. ഈ ബാക്കിയുള്ളതിന്റെ 1/4 ഭാഗം 3/4 രണ്ടാം ദിവസം സോൾവ് ചെയ്തു. 3/4 സോൾവ് ചെയ്തെങ്കിൽ അതിന്റെ 1/4 ഭാഗം ബാക്കിയുണ്ട് അല്ലേ. അങ്ങനെയെങ്കിൽ ഇപ്പൊ എത്ര ഉണ്ടെന്ന് അറിയാൻ ഇതും വെട്ടിപ്പോയി. 2 1/6, 1/6 ഭാഗം ബാക്കിയുണ്ട്. സോ ആൻസർ 1/6 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം ആയിട്ട് വരുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, എ ബാരൽ കണ്ടെയ്ൻസ് 100 liters ഓഫ് ഓയിൽ. 1/3 ആദ്യത്തെ ദിവസം സോൾഡ് ചെയ്തു അല്ലെ. 1/3 ഭാഗം സോൾഡ് ചെയ്തെങ്കിൽ 2/3 ഭാഗം ബാക്കിയുണ്ട്. ബാക്കിയുള്ളതിന്റെ 1/4 ഭാഗം അടുത്ത ദിവസം സോൾഡ് ചെയ്തു അല്ലെ. ബാക്കിയുള്ളത് ഇതാണ്. ഇതിന്റെ 1/4 ഭാഗം സോൾഡ് ചെയ്തെങ്കിൽ ഇതിന്റെ 1/4 ഭാഗം ബാക്കിയുണ്ട്. സോ ഇതിന്റെ 1/4 ഭാഗം എത്രയാന്ന് നോക്കി. അപ്പൊ ആൻസർ 1/6. അപ്പൊ ഇനി ബാക്കിയുള്ളത് 1/6 ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. The ratio of male and female participants of a Grama Sabha is 2:3. Okay, മെയിൽ ഫീമെയിൽ പാർട്ടിസിപ്പൻസിന്റെ റേഷ്യോ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2:3 ആണ്. ഓക്കെ, 1/3 of male members and 1/6 of females boycotted the meeting. What will be the male-female ratio of remaining members? Okay, അപ്പം മെയിൽ ഫീമെയിൽ റേഷ്യോ 2:3 ആണ്. 1/3 സ്ത്രീകളും 1/6 പുരുഷന്മാരും, 3/1 പുരുഷന്മാരും 1/6 സ്ത്രീകളും ഈ പരിപാടി ഉപേക്ഷിച്ചു അല്ലെ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉള്ളവരുടെ റേഷ്യോ എത്രയാണ്? ഓക്കെ, അപ്പം മെയിൽ ഫീമെയിൽ റേഷ്യോ 2:3 തന്നിട്ടില്ലേ മക്കളെ. അപ്പം ഇത്തരം ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വില എടുത്ത് ചെയ്താൽ മതി. അപ്പം മെയിൽ ഫീമെയിൽ 2:3 വരാൻ പാകത്തിന് 2 വിലകൾ മെയിലിനും ഫീമെയിലിനും കൊടുത്താൽ മതി. ഇവിടെ 1/6 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൊടുക്കുവാണെങ്കിൽ വെട്ടിക്കളയ എളുപ്പമുണ്ട്. അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കാനാണെങ്കിൽ മെയിൽസിന്റെ എണ്ണം 12 എന്നും ഫീമെയിൽസിന്റെ എണ്ണം 18 എന്നും എടുത്തു. എന്തുകൊണ്ടാ 12ഉം 18ഉം എടുക്കുന്നേ? 2:3 അല്ലേ റേഷ്യോ. അപ്പൊ 2:3 വില റേഷ്യോ വരുന്ന ഏതെങ്കിലും 2 വിലകൾ മെയിൽസിനും ഫീമെയിൽസിനും കൊടുത്ത് ചെയ്യുന്നതാണ് ഈ കണക്ക് ചെയ്യാനുള്ള എളുപ്പമാർഗം. അപ്പൊ 20 30 കൊടുക്കാം. 2:3 റേഷ്യോ വന്നാൽ മതി. അല്ലെങ്കിൽ 200 300 കൊടുക്കാം. പക്ഷെ 3/1 സ്ത്രീകൾ പോയെന്ന, 3/1 പുരുഷന്മാര് പോയെന്ന, 6/1 സ്ത്രീകൾ പോയെന്ന. അപ്പൊ ഇതൊക്കെ ഡിവിസിബിൾ ആകുന്ന ഒരു സംഖ്യ ആണെങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പുരുഷന്മാരുടെ എണ്ണം 12 എന്നും 6ന്റെ മൾട്ടിപ്ലൈ സ്ത്രീകളുടെ എണ്ണം 18 എന്നും എടുത്തു. ഓക്കെ, ഇനി 12 സ്ത്രീകളിലുള്ളിൽ 1/3 ഭാഗം പോയി ആണോ? 12 സ്ത്രീകളിൽ 1/3 ഭാഗം പോയെങ്കിൽ ബാക്കി 1/2 ഭാഗം അവിടെ ഉണ്ട്. അപ്പൊ 12ന്റെ 1/2 ഭാഗം കണ്ടുപിടിക്കാം. 8 ആണ്. അപ്പൊ 8 പുരുഷന്മാരാണ്. പുരുഷന്മാർ അവിടെ ഉണ്ട്. 3/1
ഞാൻ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ സ്ത്രീകൾ നിന്നായി പോയെന്ന് തോന്നുന്നു. മൂന്നിലൊന്ന് പുരുഷന്മാർ പോയെങ്കിൽ 2 പുരുഷന്മാർ അവിടെ ഉണ്ട്. അപ്പൊ 12ന്റെ 2 എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 8. അപ്പൊ ഇപ്പൊ അവിടെ ഉള്ളത് 8 പുരുഷന്മാരാണ്. ഇനി സ്ത്രീകൾ ആകെ 18 പേരുണ്ട്. ഈ 18 പേരുള്ളതിൽ 6ൽ 1 ഭാഗം പോയി എങ്കിൽ 6ൽ 5 ഭാഗം അവിടെ ഉണ്ട്. ആണോ? 18ന്റെ 6ൽ 5 ഭാഗം എന്ന് പറഞ്ഞാൽ 15 പേര് അവിടെ ഉണ്ട്. അപ്പൊ സ്ത്രീകളുടെ എണ്ണം 15ആണ്. അപ്പം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഉള്ളവരുടെ റേഷ്യോ 8:15 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ്. ചെയ്ത് ഒന്നുകൂടെ പറയാം. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴേ നിങ്ങൾ എക്സാമ്പിൾ വില കൊടുത്ത് ചെയ്താൽ മതി. മെയിൽ ഫീമെയിൽ റേഷ്യോ 2:3 ആണ്. അപ്പൊ ഏതെങ്കിലും 2:3 റേഷ്യോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും 2 വിലകൾ മെയിലിന് ഫീമെയിലിന് കൊടുത്താൽ മതി. അപ്പൊ പുരുഷന്മാരുടെ എണ്ണം 20 സ്ത്രീകളുടെ എണ്ണം 30 എടുക്കാം, 200 300 എടുക്കാം, അല്ലെങ്കിൽ ഏത് വില വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഞാൻ ഈ 6ൽ1 സ്ത്രീകൾ പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെട്ടിപ്പോകണ്ടേ? അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 2 സംഖ്യകൾ പുരുഷനും സ്ത്രീക്കും കൊടുത്തു, 12ഉം 18ഉം. അത് 2:3 എന്ന റേഷ്യോയാണ് 6 കൊണ്ട് ഡിവിസിബിൾ ആവുകയും ചെയ്യും. ഓക്കെ. ഇനി 3ൽ1 പുരുഷന്മാർ പോയി എന്ന് പറഞ്ഞാൽ 3ൽ1 പോയെങ്കിൽ 3ൽ 2 അവിടെ ഉണ്ട്. അപ്പൊ 12 പുരുഷന്മാരിൽ 3ൽ 2 എത്രയാണെന്ന് കണ്ടുപിടിച്ച് 8. ഇനി 6ൽ1 സ്ത്രീകൾ പോയെങ്കിൽ 6ൽ 5 സ്ത്രീകൾ അവിടെ ഉണ്ട്. അപ്പൊ 18ന്റെ 6ൽ 5 എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അവിടെ ഉള്ളവര് 8ഉം 15ഉം ആണ്. അതിന്റെ റേഷ്യോ 8:15 ആണ്. അങ്ങനെയെങ്കിലേ നമുക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ച കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ ചോദ്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 4ാമത്തെ പാർട്ടിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. റേഷ്യോ ആൻഡ് പ്രപ്പോർഷന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത്, ഒന്ന് കമന്റ് ചെയ്ത്, ഒരു നല്ല വാക്ക് പറഞ്ഞൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. അത് വീഡിയോ കൂടുതൽ റീച്ച് ആവുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനും സഹായിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.